അളവാരാണല്ലോ. എന്താ പരിപാടി? പ്രോട്ടീൻ ഷേക്ക്. പ്രോട്ടീൻ ഷേക്കാ? അറിയാമല്ലോ. ഇതൊക്കെ കുറച്ച് പ്രോട്ടീൻ ഷേക്ക്. പഴം, പാല്, ഇനി എന്തെങ്കിലും പീനട്ട് ബട്ടർ, ഹണി ഇതൊക്കെ ഇവിടെ ആയിരിക്കുന്നത്. പിന്നെ എന്തുവാ, ഓട്സും ഡേറ്റ്സും. പിന്നെ ഡേറ്റ്സ്. എങ്ങനെ നീ പറഞ്ഞെടുക്കാം? അങ്ങനെ മറ്റുള്ളവർക്ക് മനസ്സിലാവില്ലേ? ഇത് ആദ്യം റോബസ്റ്റ് ഇത് കട്ട് ചെയ്ത് വെക്കണം. അതിനുശേഷം ഓട്സ് അതിനകത്ത് ആഡ് ചെയ്യണം. പിന്നെ പീനട്ട്, ഹണി, ഡേറ്റ്സ്, പിന്നെ അതിനകത്ത് മിൽക്കും കൂടെ ഒഴിച്ച്. റെസിപ്പി നിൽക്കണോ അവൻ്റെയാണോ? ഇതാ വലിയതാ. ആഹാ, അടിപൊളി. ഇതാ ഓട്സ് ഇട്ടുകൊണ്ടിരിക്കുന്നു. ഓട്സ് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞേ? ഓട്സ് ആൻഡ് പീനട്ട് ബട്ടർ. പീനട്ട് ബട്ടർ. പീനട്ട് ബട്ടർ കിട്ടും അല്ലേ? ഇനി എന്തുവാ? ഇനി ഡേറ്റ്സ്, ഒരു 2-3 ഡേറ്റ്സ് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. അതെന്തിനാ? ഫ്ലേവറിനാണോ അതോ പ്രോട്ടീൻ കിട്ടാനാണോ? പ്രോട്ടീനും ഉണ്ട്, ഫ്ലേവറും ഉണ്ട്, രണ്ടും ഉണ്ട്. അപ്പോൾ ഇത് ഹണി, മധുരത്തിന് ആവശ്യമുള്ള ഹണിയും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ വേറെ മധുരമൊന്നും ചേർക്കണ്ട അല്ലേ? വേറെ ഷുഗറൊന്നും ആഡ് ചെയ്യണ്ട. അപ്പോൾ ഇനി പാലാണ് ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഇനി പാലും കൂടെ മതിയോ? അതിലേക്ക് പിന്നെ ചിയ സീഡ്സ്, അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള സീഡ്സ്, പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ. ഇതില് നീ ഇപ്പോൾ ഉണ്ടാക്കിയ പ്രോട്ടീൻ ഷേക്ക്. ഈ പ്രോട്ടീൻ ഷേക്ക് ഇതിപ്പോൾ ഇവൻ ജിമ്മിൽ പോയി തുടങ്ങിയതുകൊണ്ടാണ് ഈ പ്രോട്ടീൻ ഷേക്കിന് ഇത്ര പ്രാധാന്യം കൊടുത്ത് അതുണ്ടാക്കി അത് കഴിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജിമ്മിൽ പോകുന്നതിനെ കുറിച്ച് ഒരു കാര്യം പറയാനുണ്ട്. സാധാരണ ഒരു 15-18 ഈ ഒരു ടീനേജ് കഴിഞ്ഞിട്ട് വരുന്ന ആ ഒരു പ്രായത്തിൽ കുട്ടികളാരെങ്കിലും എനിക്ക് ജിമ്മിൽ പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പേരൻസ് ആദ്യം ഒന്ന് നോ പറയാനുള്ള സാധ്യതയുണ്ട്. സാധാരണ സംഭവിക്കാറുള്ള ഒരു കാര്യമാണ്. പക്ഷേ ആ നോ പറയുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് ചിന്തിക്കണം. ഇന്നത്തെ കാലം നമ്മൾ കേൾക്കുന്നുണ്ട് ചുറ്റും ഒരുപാട് വാർത്തകൾ, മയക്കുമരുന്നിൻ്റെ, മദ്യത്തിൻ്റെ, പുകവലിയുടെ, ഒരുപാട് ദുശ്ശീലങ്ങളുടെ, അതുപോലെ തന്നെ മൊബൈൽ അഡിക്ഷൻ തുടങ്ങിയ ഒരുപാട് ദുശ്ശീലങ്ങളിലൂടെ നമ്മുടെ യുവജനത കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ മക്കൾ വന്നിട്ട് എനിക്ക് ജിമ്മിൽ പോകണം എന്ന് പറയുന്നത്. വളരെ പെട്ടെന്ന് തന്നെ അതിന് യേസ് പറഞ്ഞ് സമ്മതം കൊടുക്കുക എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ സജസ്റ്റ് ചെയ്യാനുള്ളത്. കാരണം ഒരു പക്ഷേ അവർ അതിന് പോയില്ല എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ദുശ്ശീലങ്ങൾക്ക് അഡിക്റ്റ് ആവുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ വേണ്ടാത്ത വഴികളിലൂടെ സഞ്ചരിക്കുകയോ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പകരം അവരതിന് പോകട്ടെ. അവർക്ക് അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ടാകും. കൺസിസ്റ്റൻസി ഉണ്ടാകും, ലക്ഷ്യബോധം ഉണ്ടാകും, അച്ചടക്കം ഉണ്ടാകും, ക്ഷമയുണ്ടാകും. ഇതൊക്കെ അവർ ആ പ്രാക്ടീസിലൂടെ നേടിയെടുക്കും. അത് അവരുടെ ജീവിതത്തിൽ വലിയ നേട്ടമാവുക ചെയ്യാറുള്ളത്. അപ്പം അതുകൊണ്ട് ഇത്തരത്തിൽ ജിമ്മിൽ പോകണം അല്ലെങ്കിൽ കളിക്കാൻ പോകണം എന്നൊക്കെ പറയുമ്പം അവരോട് നോ പറയാതെ അവരെ അതിന് അനുവദിക്കുന്നതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും അനുയോജ്യമായ ഒരു കാര്യം.